നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വന്തം. ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ അത്ര മികച്ചതൊന്നുമല്ല. എങ്കിലും KBFC പ്ലേ ഓഫ് എന്ന സ്വപ്നം കൈവിട്ടിട്ടില്ല എന്നാണ് കോച്ച് TG പുരുഷോത്തമൻ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒഡീഷ FCക്കെതിരെ തിങ്കളാഴ്ച നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം കാര്യം വ്യക്തമാക്കുന്നത്. ഒഡീഷ FCക്കെതിരെ വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ 15 കളിയിൽ നിന്ന് 17 പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. 6ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ പറ്റിയെങ്കിലേ പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ പോലും അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്, ടീം എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തുക എന്നത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഒഡീഷ FCക്കെതിരെ കളിക്കുമ്പോൾ ഒരു ഓപ്പണന്റിനെയും ഞങ്ങൾ ലൈറ്റ്ലി ചെറുതായി കാണാറില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പഠിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. ഞങ്ങൾ അതിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് പ്ലേ ഓഫ് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം. ഓഫ് കോഴ്സ് വി എയിം ടു റീച്ച് ദി പ്ലേ ഓഫ്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരത്തെയും ഗെയിം ബൈ ഗെയിം ആയിട്ട് എടുക്കുക, മുന്നോട്ട് പോവുക, ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കോച്ച് TG പുരുഷോത്തമൻ പറയുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് വിപിനും ഹിമിനസും മടങ്ങിയെത്തും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ അടുത്ത മത്സരം കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.